ഈ ടാരറ്റ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനീഷ്യലി ഒരു പ്ലേയിങ് കാർഡ് എന്നുള്ള ഒരു സിസ്റ്റത്തിലായിരുന്നു. പിന്നീടാണ് അതിനെ കുറച്ചൊരു സീരിയസ് അപ്രോച്ചിലേക്ക് വരികയും ഈ പ്രഡിക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്തത്. കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേക്കും ടാരറ്റിന് എനിക്ക് തോന്നുന്നു 2018-19 കാലഘട്ടം മുതലാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും വേറൊരു ലേഡി മാത്രമേ കേരളത്തിൽ ടാരോ കൺസൾട്ടൻസ് ഉള്ളത്. ഇന്നിപ്പോ നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഫുൾ ടാരോ കൺസൾട്ടൻസ്. ടാരോ കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് പഠിക്കാം. അതെ, ടാരോട്ടും സ്പിരിച്വൽ വേൾഡും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ്, അതിലുപരി സൈക്കിക് മീഡിയം ആൻഡ് സ്പിരിച്വൽ വേൾഡ് കൺസൾട്ടൻറ്റ് അല്ലേ. സോ ഡോക്ടർ ടിറ്റി വഗീസ്, തെരേസ മാഡം, വെൽക്കം ടു അബാക് മീഡിയ. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. എന്താണ് ഈ പറയുന്ന ടാരോട്ടും സ്പിരിച്വൽ വേൾഡും? ടാരോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള സബ്ജക്റ്റാണ്. ഒരു ഡ്യൂറിങ് ദ റിനൈൻസൻസ് ഇറയിലാണ് ഈ ടാരോട്ട് എന്ന് പറയുന്നത് ഇറ്റലിയിൽ വരുന്നത് അല്ലേ. ഇറ്റാലിയൻ ഭാഷയിൽ ടാരോച്ചി മീനിങ് ലൈക്ക് എന്താ പറയുക, ഫൂളിഷ്നെസ്. നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇന്നിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ലൈക്ക് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നോക്കുന്ന ഒരു ബെസ്റ്റ് ഫോർച്യൂൺ ടെല്ലിംഗ് അല്ലെങ്കിൽ ഫോർച്യൂൺ ടെല്ലർ എന്ന് പറയുന്ന ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ടാരോട്ടിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? താങ്ക് യു പ്രദീപ്. ഈ ടാരറ്റ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനീഷ്യലി ഒരു പ്ലേയിങ് കാർഡ് എന്നുള്ള ഒരു സിസ്റ്റത്തിലായിരുന്നു. പിന്നീടാണ് അതിനെ കുറച്ചൊരു സീരിയസ് അപ്രോച്ചിലേക്ക് വരികയും ഈ പ്രഡിക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്തത്. ഇന്ത്യയിലേക്ക് അത് കടന്നു വന്നിട്ട് ഒരുപാട് കാലമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. എന്നിരുന്നാൽ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറെയൊക്കെ വൈഡ് സ്പ്രെഡ് ആയിരുന്നു. കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേക്കും ടാരറ്റിന് എനിക്ക് തോന്നുന്നു 2018-19 കാലഘട്ടം മുതലാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും വേറൊരു ലേഡി മാത്രമേ കേരളത്തിൽ ടാരോ കൺസൾട്ടൻസ് ഉള്ളത്. ഇന്നിപ്പോ നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഫുൾ ടാരോ കൺസൾട്ടൻസ്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം പോലും ഒരു ടാരറ്റ് കൺസൾട്ടന്റിന് ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെ വരെ അത് ആളുകള് എന്താ പറയുക, വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് അതിനൊരു സീരിയസ്നെസ് ഇല്ലാതെ ചെയ്യുന്നില്ലേ എന്ന് എനിക്ക് സംശയം തോന്നത്തക്ക രീതിയിലേക്ക് അത് എത്തിപ്പെടുകയുണ്ടായി. ടാരോ കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് പഠിക്കാം. ടാരറ്റ് നിങ്ങൾക്ക് എവിടെ വന്നാലും പഠിക്കാം. പക്ഷെ ഒരു കൺസൾട്ടന്റ് ആവുക എന്ന് പറയുന്നത് അതിനൊരു വലിയ ഡിവൈൻ പ്രോസസ് ഉണ്ട്. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ഞാനൊരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്, ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആണ്, പബ്ലിഷിംഗ് ഹൗസിന്റെ ഓണറാണ്. അതുകൂടാതെ സൈക്കിക് മീഡിയംഷിപ്പും ടാരോ കൺസൾട്ടേഷനും ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ചും. പിന്നെ യോഗ്യതയുള്ള ഈശ്വരാനുഗ്രഹമുള്ള ക്ലയൻസിന്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരുടെയും ഒരു പരാതിയാണ് തെരേസ മാഡം കൺസൾട്ടേഷൻ അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളത്. അങ്ങനല്ല. നമ്മൾക്കൊരു കേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് മെസ്സേജ് വരും, ഇവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കണോ വേണ്ടയോ, അതിനുള്ള സമയം ഇവർക്ക് ആയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി. അതൊരു നാച്ചുറൽ എബിലിറ്റി, അതൊരു ഗിഫ്റ്റ് ആണ്. അല്ലാതെ നമുക്കൊരാളെ അത് പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ ടാരറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഒരു ഡിവിനേഷൻ പ്രോസസ്സാണ്. അല്ലാതെ അത് തമാശയായിട്ട് എടുക്കാനോ കളിക്കുവാനോ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് യൂസ് ചെയ്യാനോ പറ്റുന്ന ഒരു പ്രോസസ് അല്ല. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിനെ പറ്റിയാണ്, ആ വ്യക്തിയുടെ ജീവിതത്തിനെ പറ്റിയാണ്. ആ ജീവിതത്തിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ്സ് വെച്ച് കളിക്കാനായിട്ട് പാടില്ല, തെറ്റാണ്. നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആ വ്യക്തിക്ക് വളരെ ഡീപ്പറായിട്ട് സബ് കോൺഷ്യസ് ലെവലിൽ പോകുന്നുണ്ട്. അവർക്കത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ പല കൺസൾട്ടേഷൻസിലും എനിക്ക് വരുന്ന കൺസൾട്ടേഷൻസിലൊക്കെ തന്നെയും ഇവര് പല കൺസൾട്ടൻസിന്റെ അടുത്ത് പോയി ഡൗൺ ആയി, ഡിപ്രസ്ഡ് ആയി, പിന്നെ ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പല കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് ഇത് ചെയ്യുന്ന ആളുകൾ മുഖേനയുള്ള അബ്യൂസ് സ്റ്റേജ് വരെ എത്തി വരുന്ന ആളുകളാണ്. അപ്പൊ അതുപോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം എല്ലാ ടാരറ്റ് കൺസൾട്ടൻസും ജെന്യുവിൻ അല്ല എന്നുള്ളതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ പോയിന്റ് അതൊരു ഡിവിനേഷൻ മെത്തേഡാണ്. അതിനെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. തമാശയ്ക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഈ ടാരോട്ട് കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് നോർമലി ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള കടന്നു വരവെന്ന് പറയുന്നത് വളരെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ നോർത്തേൺ ഇന്ത്യയിൽ ഈവൻ ലൈക്ക് ഡൽഹി, മുംബൈ, അവിടെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ടാരോട്ട് റീഡേഴ്സ് ഉണ്ട്. പക്ഷെ കമേഴ്സ്യലി ആണത് ഏറ്റവും കൂടുതൽ സെല് ചെയ്യപ്പെടുന്നത്. ഇതൊരു ഡിവൈൻ പവറുള്ളൊരു ടൂളാണ്. സോ ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഈ തെരേസ മാഡം ട്രീറ്റ് ചെയ്യാത്ത ക്ലയൻസിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് മേ ബി അവർ ബ്ലെസ്ഡ് ആയിരിക്കില്ല.
ഇത് പ്യൂർലി ഒരു ഡിവൈനാണ്. സോ ഈ ടാരോട്ടിൻ്റെ ആക്യുറസി എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? സാധാരണപ്പെട്ട ജനങ്ങൾ ഡെഫിനറ്റ്ലി ആഗ്രഹിക്കും, എനിക്കും ടാരോട്ട് റീഡ് ചെയ്യണം, ഞാനും എങ്ങനെ ബ്ലെസ്ഡ് ആകും, ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ അകത്ത് പല ഇന്റർവ്യൂസിനും ഞാൻ കണ്ടിട്ടുള്ള ഒരു കമന്റ്സ് ആണ്, നമ്മുടെ ഈ ടാരറ്റ് എന്ന് പറയുന്ന ഡിവിനേഷൻ കാർഡ്സ് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ അമ്പലങ്ങളുടെ ഉത്സവമൊക്കെ വരുന്ന സമയത്ത് അവിടെ തത്തമയമായിട്ട് ഇരുന്ന് അവിടെ ഒരു അമ്മച്ചിയാണോ, അമ്മച്ചി കാർഡ് എടുക്കുന്നു, ആ തത്ത ഒരു കാർഡ് എടുക്കുന്നു, അതിന്റെ മെസ്സേജ് അതിന്റെ ഒരു യൂറോപ്യൻ വകഭേദമല്ലേ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വിചാരിക്കാം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എന്ത് പ്രോസസ് ആണെങ്കിലും അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഇത് ചെയ്യുന്ന ആളാണ്. ആർക്കും ഒരു കാർഡ്സിന്റെ ഡെക്ക് വാങ്ങിച്ചിട്ട് ഇരുന്ന് സ്പ്രെഡ് ചെയ്യാം. പക്ഷേ ആ ഡിവിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ആൾ, കൺസൾട്ടന്റ് ആരാണോ അവർ കണക്ട് ചെയ്യുന്നത് ഈശ്വരനുമായിട്ട്, അവിടെ നിന്നുള്ള ഡിവൈൻ വേൾഡുമായിട്ടാണ്. അവിടുന്ന് കിട്ടുന്ന മെസ്സേജസും ഈ ആളുടെ എനർജിയും കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഓരോ കാർഡ്സിന്റെ മെസ്സേജ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ അത് അത്രയും എസ്റ്റാബ്ലിഷ് ആയി എങ്കിൽ അതിന് പ്രധാനമായിട്ടും അതിന്റെ റീസൺസ് ഈ ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മൈഗ്രേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു വലിയ റീസൺ ആണ്. കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പറയുന്ന പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം ആളുകൾ അത് സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. വൺസ് അഗെയിൻ നിങ്ങളത് കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യുക. കാരണം അവരുടെ ഡിവിനേഷൻ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോ ഡയറക്റ്റ് മാത്രമല്ല പ്രദീപ്, എന്ത് കേസായാലും അങ്ങനല്ലേ. നല്ലൊരു അധ്യാപികയുടെ അടുത്ത് പോകുമ്പോ എത്ര പഠിക്കാത്ത ആ സ്റ്റുഡന്റും പഠിച്ചു പോകും, തീർച്ചയായിട്ടും ഇല്ലേ? ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് വളരെ ആംഗ്രി ബേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ അടുത്ത് പോയ അവസാനം ഒരാഴ്ച ശേഷം പറയും, അമ്മ ഞാൻ മടുത്തു, ഇനി ഞാൻ ആ ടീച്ചറുടെ അടുത്ത് ട്യൂഷന് പോണില്ല എന്ന് പറയും. ഈ സെയിം പ്രോസസ് ആണ്. അപ്പോൾ ആരാണോ ഇത് ചെയ്യുന്നത് അവരുടെ എനർജിയും അവരുടെ ഡിവിനേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഈ ടാരോട്ട് എന്ന് പറയുന്ന യൂണിവേഴ്സൽ മെസ്സേജ് ഒരു ചാനലിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ക്ലയൻസിന്റെ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിലേക്ക് ഒരു പ്രഡിക്ഷൻസ് ആയിട്ട് പോകുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലയന്റ് എനിക്ക് ജോലി റെഡി ആവുന്നില്ല മാഡം, എന്താ അവസ്ഥ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും, എൻ്റെ കേസിൽ ഞാൻ വർഷങ്ങളോളം ഫ്രീ കൺസൾട്ടേഷൻ കൊടുത്ത ആളാണ്. പിന്നീട് അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസും എൻ്റെ ലൈവ് ഒക്കെ പൊക്കോണ്ടിരുന്ന അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലേക്ക് വളരെ കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ. എനിക്കൊന്ന് ബിജു സാറിന് ചാനൽ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ഈ ടാരറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ ബിജു സാറിന് ചാനലും ലൈവായിട്ട് ഈ കൺസൾട്ടേഷൻ ഫ്രീ കൺസൾട്ടേഷൻ ആളുകൾക്ക് കൊടുത്തു. അപ്പം ഒരാഴ്ച തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മണിക്കൂർ ഒരു ദിവസം, ഫോർ എക്സാമ്പിൾ സാറ്റർഡേ സൺഡേ, അപ്പൊ 6 മണിക്കൂറായി. 6 മണിക്കൂർ ഞാൻ ഫ്രീ കൺസൾട്ടേഷൻ ലോകം മുഴുവനും കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര 10,000-കണക്കിന് ആളുകൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങളോളത്തെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആളുകൾ എന്നെ ഭയങ്കരമായിട്ടും ചൂഷണം ചെയ്യുന്നു. അവര് എന്റെ എനർജി ചൂഷണം ചെയ്യുന്നത് കൂടാതെ നമുക്കുള്ള ഡിവിനേഷനെ കൂടെ ചൂഷണം ചെയ്യാണ്. പിന്നീട് എനിക്ക് മെസ്സേജ് ഓൾറെഡി ഡിവിനേഷനിൽ നിന്ന് ഹയറിൽ നിന്ന് കിട്ടി. കർമ്മകടങ്ങൾ ആളുകളുടേത് ഞാൻ എടുക്കുക. കർമ്മകടം ഞാൻ എടുക്കുക. ആ ഡെപ്റ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, നമ്മളിപ്പോ ഒരു ഗ്ലാസ് ചായ കുടിച്ചാലും ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാലും അതിന്റെ പൈസ നമ്മൾ കൊടുക്കാൻ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾക്ക് ഇതൊരു വലിയ ഹീലിംഗ് പർപ്പസ് ആണല്ലോ എന്നോർത്തിട്ടാണ്. എന്നാൽ ചൂഷണത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് യൂണിവേഴ്സ് തന്നെ ഇടപെട്ട് നിർത്തി. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ ലീഗൽ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഇവിടെ നിങ്ങൾ എത്ര പേര് ടാക്സ് അടയ്ക്കുന്നുണ്ട്? ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എത്ര പേര് ടാക്സ് അടയ്ക്കുന്നുണ്ട്? അവിടെ നമ്മൾ ടാക്സ് അടയ്ക്കണം. പ്രദീപ് എബ്രോഡൊക്കെ പോയി ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ അവിടെ നമ്മളൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ 40% അല്ലെ 38% നിങ്ങൾ അവിടെ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അപ്പൊ 100 രൂപ നിങ്ങൾക്ക് കിട്ടിയ 40 രൂപ നിങ്ങളുടെ ടാക്സ് ആണ്. പിന്നെ നിങ്ങളുടെ ഇന്റർനെറ്റ്, ഫോൺ, അത് ഇത്. അപ്പൊ നിങ്ങളുടെ ഡിവിനേഷൻ അവിടെ ഒരു വാല്യൂ ഇല്ല. ഇപ്പോഴും എന്റെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കൺസൾട്ടേഷൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് പോലും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ തെരേസ മാഡം ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫ്രീ കൺസൾട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് 100% വർത്തായിരിക്കില്ല. കർമ്മകടം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ സിക്കാവുന്നു, നമ്മൾക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഒരു വിഷയം അതിനകത്തുണ്ട്. അപ്പൊ ഈ ഡിവിനേഷൻ, ആളുടെ ഡിവിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്കൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിന്. അതുകൂടാതെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓൾറെഡി ഞാൻ ആളുകളോട് പറയും, നിങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കണം.
എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബ പരദേവതകളോട് നിങ്ങളുടെ ഇടവക പള്ളി എന്നുള്ള പ്രാർത്ഥന വേണം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഓടി അങ്ങോട്ട് വന്നിട്ട് മാഡം എനിക്ക് ഇപ്പൊ ഒരു ജോലി ഇവിടെ ഇന്റർവ്യൂ ഉണ്ട്, അത് കിട്ടുമോ? ഞാൻ പറയും നിങ്ങൾ സമാധാനമായിട്ട് പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് സ്വസ്ഥമായിട്ട് പോവാ, വന്നിട്ട് നമുക്ക് ആ കൺസൾട്ടേഷനിലേക്ക് ഇരിക്കാന്ന് പറയും. അപ്പൊ അതാണ് ആള് അങ്ങനെ ഒരു എന്താ പറയാ, മാർക്കറ്റിൽ പോയി പെട്ടെന്ന് ഒരു സാധനം എടുക്കുന്ന ലാഘവത്തോടു കൂടി ഈ കൺസൾട്ടേഷൻസ് ഒക്കെ കിട്ടും എന്നുള്ള ഒരു ചിന്താഗതി എങ്ങനെയോ ആളുകൾക്ക് വന്നു.